factors of production, active factors of production, passive factors of production. അടുത്ത കാലത്തായി ഡിഗ്രി ലെവൽ പി എസ് സിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരാൻ പോകുന്ന ഡിഗ്രി തല അല്ലെങ്കിൽ 10th ലെവൽ പ്ലസ് 2 ലെവൽ എക്സാംസിനൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതും എന്നാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എവിടെ നിന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലും അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ തരാം. നിങ്ങൾ നോട്ട്സ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം? നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. ഓക്കെ, സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് എപ്പോഴും പറയുന്ന പോലെ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് ചിലപ്പോൾ വർക്ക് ആവില്ല, ടെലിഗ്രാമിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആനന്ദി വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ സമയം കളഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ഹോട്ട് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് ഇന്റൻസീവ് ക്ലാസ്സും റിവിഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിന്നേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പം ടെസ്റ്റ് സീരീസും വിന്നേഴ്സ് ബാച്ചും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 റൗണ്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയം നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളൂ. ആ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാച്ചിലേക്ക് വരാം. അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക, ഒരു ചോദ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ ടെസ്റ്റ് സീരീസിലെ ഒരു ചോദ്യമാണ് അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഇന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഈ ചോദ്യം വന്നൊന്ന് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്ന് നോക്കാം. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ടാബ്ലറ്റിലാണ്. അതൊരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് സ്വയംഭൂവായിട്ടുള്ള ഒന്നല്ല, തന്നെത്താനെ ഉത്ഭവിച്ചു വന്ന ഒന്നല്ല. പല ഫാക്ടേഴ്സും ചേർന്ന് വന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റ് വന്നത്. ഇതിന്റെ ഉടമസ്ഥൻ സാംസങ് ആണ്. അപ്പം അവരുടെ എന്റർപ്രണർ ഉണ്ട്. ഇത് ഒരു ഫാക്ടറിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ലാൻഡ് ആ ഫാക്ടറിയിലാണുള്ളത്. കുറെ മെഷീൻസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പണിയെടുക്കാൻ ജോലിക്കാരുണ്ട്. ഇത് എല്ലാവരും കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ് വന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന മുതൽ പേപ്പർ വരെ എല്ലാം ഈ പറയുന്ന പല പല ഫാക്ടേഴ്സ് ചേർന്ന് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ്. ഒന്നും സ്വയംഭൂ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം പി എസ് സി ചോദിക്കുന്നത്, ഇത്തിരി അഡ്വാൻസ് ലെവലിൽ അവർ ചോദിക്കുന്നത്, ഏതൊക്കെയാണ് പാസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ക്ലാസ് കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങളൊക്കെ ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്തിരി ഡെപ്തിൽ വേണം ഈ ടോപ്പിക്ക് പഠിക്കാം. കാര്യം വളരെ ഹോട്ടായിട്ടുള്ള ഏരിയ ആണ്. എന്റെ കൂടെ നിൽക്കുക, നിങ്ങൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളോട് കാണും. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 4 എണ്ണമാണ്. ഒരു ലാൻഡ് വേണം, ഭൂമിയിൽ വേണം നമ്മുടെ ഫാക്ടറികളൊക്കെ സ്ഥാപിക്കാൻ. അവിടെ പണിയെടുക്കാൻ ലേബർ, ജോലിക്കാർ വേണം. പിന്നീട് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും വേണം. ഇത് ഓരോന്നും നമുക്കൊന്ന് പഠിക്കാം. എവിടെ നിന്ന് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ലാൻഡ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റി പഠിച്ചോ. ലാൻഡ് അതായത് ഫസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും ആദ്യത്തെ ഫാക്ടർ നമുക്ക് ലാൻഡിനെയാണ്. ഇതില് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നൊരു മീനിങ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഭൂമി മാത്രമല്ല, നമുക്ക് പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതെല്ലാം ഈ ലാൻഡ് എന്ന് പറയുന്ന സംഭവത്തെ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആണത്. ഉദാഹരണത്തിന് മണ്ണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പവർ പ്ലാന്റ് ആണ്, ഇവിടെ ധാരാളം വെള്ളം വേണം. വാട്ടർ, ഫോറസ്റ്റ്, മിനറൽസ്, പെട്രോളിയം, ഈ ടൈപ്പ് നാച്ചുറൽ റിസോഴ്സ് ഒക്കെ, മോസ്റ്റ് ഓഫ് ദീസ് നാച്ചുറൽ റിസോഴ്സ് ആർ കൺസിഡേർഡ് ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അണ്ടർ ലാൻഡ്. അപ്പൊ നമുക്ക് ഇതൊക്കെ സാധ്യതാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ലാൻഡിന്റെ അണ്ടറിലാണ് പ്രകൃതി വിഭവങ്ങൾ, ഫ്രീ ആയിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അതിന്റെ അണ്ടറിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ബിസിനസിന്റെ പർപ്പസ് എന്താ? അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുക. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണെന്നുള്ള ചോദ്യമുണ്ട്. ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭമാണ് റെന്റ് എന്ന് പറയുന്നത്. റെന്റ് അല്ലെങ്കിൽ അത് ലാൻഡിൽ കിട്ടുന്ന പൈസയാണ് റെന്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. അടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലേബർ ആണ്. ലേബർ അതായത് തൊഴിലാളി ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ ഉള്ളൂ. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക്, ഓട്ടോമേഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. സ്റ്റിൽ തൊഴിലാളി ഇല്ലെങ്കിൽ മാർക്കറ്റ് സ്തംഭിക്കും, ഒരു സംശയം വേണ്ട. സോ ലേബർ, ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവമാണ് രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പൊ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമല്ലേ?
അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ലാൻഡിന്റെ ഭാഗമായില്ല? പക്ഷെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇതൊരു ടെക്നിക്കൽ സബ്ജക്ട് ആണ്, ടെക്നിക്കായിട്ട് തന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പല സംശയം, നാച്ചുറൽ ആയിട്ട് വരുന്ന എല്ലാം, ഈ പറയുന്ന പ്രകൃതി ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാം നമുക്ക് ലാൻഡിനകത്ത് ഉൾപ്പെടുത്താമെങ്കിൽ എന്നൊരു മനുഷ്യനെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൂടാന്നുള്ള ചോദ്യം വരും. പക്ഷെ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ തന്നെ ബി മാർക്കറ്റ് പഠിക്കുക. ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും പെർഫെക്റ്റ് അല്ല, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതെന്ന് വെച്ചാൽ ലാൻഡ് ആണ്. സോറി ലേബർ ആണ്. ഇതില് ഒരു മനുഷ്യൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം രീതിയിൽ പണിയെടുക്കുന്നു, ആ പണി എല്ലാം ഇതിനകത്ത് വരും. സോ അത്ര ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ഇതിനെ കാണാം. ഉദാഹരണത്തിന് കൃഷിയാണെന്നുണ്ടെങ്കിൽ അവൻ പാടത്തിറങ്ങി കിളക്കണം. സോ മാനുവൽ ലേബർ ഇതിന്റെ ഭാഗമാണ്. ഫിസിക്കൽ ലേബർ ഇറങ്ങി പണിയെടുക്കുക, അത് ഇതിന്റെ ഭാഗമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി കൂടുതൽ സമയം ചിന്തിക്കുമായിരിക്കും ചെയ്യുന്നത്, അല്ലെ? മെന്റലായിട്ടാണ് പുള്ളി പണിയെടുക്കുന്നത്, മാനസികമായിട്ടാണ് പണിയെടുക്കുന്നത്. സോ അതാണ് ലേബർ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ലേബറിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്, ഫിസിക്കൽ ലേബറും ഉണ്ട്, മെന്റൽ ലേബറും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? തൊഴിലാളിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ തൊഴിലാളിക്ക് കിട്ടുന്ന ഇൻകം, വരുമാനമാണ് നമ്മൾ വേജ്, ശമ്പളം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റ് ആണെങ്കിൽ തൊഴിലാളിക്ക് കിട്ടുന്നത് ശമ്പളമാണ്, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ശമ്പളം. ഓക്കെ, അപ്പൊ നമുക്കിനി ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇത്രയിലേക്കല്ലേ പോകേണ്ടത്. അപ്പൊ നിങ്ങളുടെ സംശയമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ലേബർ എന്ന് ഇവിടെയും പറയുന്നുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് തൊട്ടപ്പുറത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഒന്നല്ലേ നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് വരും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഈ ഏരിയ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാം. ഇവിടെ അടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മൂന്നാമത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഫിസിക്കൽ ക്യാപിറ്റൽ. നമ്മൾ ലാൻഡ് എന്ന് പറഞ്ഞപ്പോൾ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരുവിധം എല്ലാം ലാൻഡിന് അണ്ടർ വരുമെന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, മെഷീൻസ്, ഈവൻ റോഡ്, അല്ലെങ്കിൽ ഫാക്ടറികൾ, അല്ലെങ്കിൽ ബിൽഡിങ്സ്, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റൽ, ഭൗതികമായിട്ടുള്ള മൂലധനം അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഉള്ളിൽ വരും. ഓക്കെ, സോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാം ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. ദ സോ കോൾഡ് ദൈവനിർമ്മിതമായിട്ടുള്ള എല്ലാം നാച്ചുറൽ റിസോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിരിക്കാം. ഉദാഹരണത്തിന് ഒരു ഡോക്ടറിന്റെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ് എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫിസിക്കൽ ക്യാപിറ്റൽ തന്നെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഫിസിക്കൽ ക്യാപിറ്റലിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. എങ്ങനെ ഈ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക, വളരെ സമഗ്രമായിട്ടുള്ള നോട്ട്സ് ആണ്. നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ നോട്ട്സ് ആണ് ഇത്. അപ്പം ടെസ്റ്റ് സീരീസ് റൗണ്ട് പോകുമ്പോൾ തന്നെ മേജർ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു റൗണ്ട് റിവിഷനും കൂടെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് കിട്ടുകയാണ്. ഫസ്റ്റ് ടെസ്റ്റ് സീരീസ് ഫ്രീ ഫോർ ഓൾ ആണ്, നമ്മുടെ ആപ്പിലുണ്ട്. അത് ദയവായി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിന് സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ അതിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആവുന്നതിന് 100% ഉറപ്പുതരാം. ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ആപ്പിലും നമ്മുടെ ഇതിനകത്തൊക്കെയുള്ള അതിന്റെ സൊല്യൂഷൻസ് ടെലിഗ്രാം ചാനലിലുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ, രണ്ട് ടൈപ്പ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഇപ്പൊ നിങ്ങൾ ഒരു ഫാക്ടറി നടത്തുകയാണ്, അവിടെ വലിയൊരു മെഷീൻ നിങ്ങൾ വാങ്ങിച്ചു വെച്ചു, അല്ലേ? ആ മെഷീൻ വെറുതെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതാണ് ഫിക്സിംഗ് ക്യാപിറ്റൽ എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഉപയോഗിക്കും തോറും തീർന്നു പൊക്കോണ്ടിരിക്കുന്ന സംഭവമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അറിയിരിക്കുക. ഉദാഹരണത്തിന് കയ്യിലിരിക്കുന്ന പൈസ, അത് വർക്കിംഗ് ക്യാപിറ്റലാണ്. പൈസ തീരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾ ആ ഒരു ഫാക്ടറിയുടെ ബിൽഡിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഫാക്ടറിയിലെ മെഷീൻസ് എടുക്കുക, അതൊക്കെ എന്താണ്? അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ തന്നെയാണുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെ എന്ത് വിളിക്കും? ഇൻട്രസ്റ്റ്, പലിശ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. സോ ലേബറിന് കിട്ടുന്നത് വേജ് ആണെങ്കിൽ, ലാൻഡിന് കിട്ടുന്നത് റെന്റ് ആണെങ്കിൽ, ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ സംശയം അടുത്തത് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെ അല്ലേ ലേബർ എന്ന് പറയുന്നത്? അത് ചില കോണ്ടെക്സ്റ്റിൽ അങ്ങനെയാണ്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രെയിംവർക്കിൽ അങ്ങനെ അല്ല. PSCക്ക് ഇത് പഠിച്ചാൽ മതി. ഓക്കെ, മറ്റേത് കുറച്ച് അഡ്വാൻസ്ഡ് എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. PSCക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മാത്രം പഠിക്കാം. അപ്പൊ നമ്മുടെ അവസാനത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവസാനത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ. പണ്ടത്തെ ടെക്സ്റ്റിൽ ഇതിനെ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്റർപ്രൈസ്, മുതലാളി എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഈ സംഭവം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ബാക്കിയുള്ള ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ട്. ഇത് മൂന്നെണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ മൂന്നിനെയും മാനേജ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ അറിയാൻ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വേണം. അല്ലെങ്കിൽ ഈ മൂന്ന് വഴി കിടക്കത്തല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം സാംസങ്ങിന് ഒരു ഉടമസ്ഥനുണ്ട്, അല്ലെങ്കിൽ റിലയൻസിന് ഉടമസ്ഥനുണ്ട്,
അല്ലെങ്കിൽ ടാറ്റയ്ക്ക് ഒരു ഉടമസ്ഥനുണ്ട്. അപ്പൊ ആ ഓൺടർപ്രണർ ആണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഫൈനൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അതിന്റെ ഐഡിയ മനസ്സിലായല്ലോ. സോ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുക. ഇവിടെ നല്ല നോളജും സ്കില്ലും ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഹ്യൂമൻ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ, ഓൺടർപ്രണർഷിപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ മിഷന്റെ ഒക്കെ വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ഓൺടർപ്രണർഷിപ്പിന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടൽ ഇന്നോവേഷൻ മിഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊന്നും ഇതാണ്. സോ ഇവിടെ ഈ ഒരു സംഭവം ദീസ് ഓൺടർപ്രണർഷിപ്പ് ഓൾസോ ഹ്യൂമൻ ക്യാപിറ്റൽ. പഴയ ടെക്സ്റ്റിൽ ഓൺടർപ്രണർഷിപ്പ് എന്നാണ് കിടക്കുന്നത്, പുതിയ ടെക്സ്റ്റിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് കിടക്കുന്നത്. സോ രണ്ടും ഒരു സംഭവം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ഈ മനുഷ്യനില്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഈ മൂന്നിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാം മാനേജ് ചെയ്ത ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇൻകത്തെ നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ്. സോ ഞാൻ ഒന്നുകൂടെ നിർവചനം നടത്തി പറഞ്ഞുതരാം. ലേബറിന് കിട്ടുന്നത് വേജ് ആണെങ്കിൽ, ലാൻഡിന് കിട്ടുന്നത് റെന്റ് ആണെങ്കിൽ, ഫിസിക്കൽ ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ്, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഓൺടർപ്രണറിന് കിട്ടുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും, ലാഭമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. സോ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. എന്താണ് പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ചോദ്യമുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. പാസീവ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒന്നും ചെയ്തിട്ട് ചുമ്മാ ഇരിക്കണം, ഞാൻ പാസീവ് ആണ്. ഞാൻ നല്ല രീതിയിലൊന്ന് എഴുന്നിട്ട് ഒന്ന് ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ ആക്റ്റീവ് ആണെന്ന് പറയും. സോ ഇവിടെ പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദോസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിന് ഒറ്റയ്ക്ക് ഒന്നും നിർമ്മിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, ബാങ്കിൽ കുറെ കാശ് കിടപ്പുണ്ട്. ആ കാശ് ബാങ്കിൽ കിടന്നത് കൊണ്ടിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റഡ് ആവൂ? ആ പണം തന്നെത്താനെ ബാങ്കിനെ പുറത്തുനിന്ന് പുതിയ പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുത്തു ഇല്ല. സോ ക്യാപിറ്റല് ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ലേബർ വേണം, അല്ലെങ്കിൽ ഓൺടർപ്രണർ വേണം. അതൊരു ലാൻഡ്, സഹാറ മരുഭൂമിയിൽ ഇഷ്ടംപോലെ ലാൻഡ്. അപ്പൊ അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ആ ലാൻഡ് ആരെങ്കിലും യൂസ് ചെയ്ത് പ്രോഡക്റ്റിന് വേണ്ടി ഉപയോഗിച്ചെങ്കിലല്ലേ അത് ആക്റ്റീവ് ആവത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായി, ക്യാപിറ്റലും ലാൻഡും ഇത് രണ്ടും പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ലേബർ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ, ലേബർ ഇല്ലെങ്കിൽ ഇത് രണ്ടും വേസ്റ്റ് ആണ്. അതാണ് തൊഴിലാളിയുടെ മഹത്വം. അതാണ്, തൊഴിലാളി ഇല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലേബർ അല്ലെങ്കിൽ ഓൺടർപ്രണർ എന്നൊക്കെ പറയുന്നത് ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഈ ക്യാപിറ്റലും ലാൻഡും എന്താണ്? പാസീവ് ആണ്. ജീവൻ ഉള്ളത് ആക്റ്റീവും ജീവൻ ഇല്ലാത്തത് പാസീവും ആണെന്ന് ഓർത്തിരുന്നാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതിന്റെ ടെക്നിക്ക് മനസ്സിലായോ? ഞാൻ ഈ പറയുന്നത് പ്രോപ്പർ എക്കണോമിക്സ് അല്ല. നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ടെക്നിക്കാണ് പറയുന്നത്. പ്രോപ്പർ എക്കണോമിക്സ് ആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ഇനി നമ്മൾ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് എക്സാം ഹോളിൽ ഇത് റീകളക്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സോ ക്യാപിറ്റലും ലാൻഡും എന്താണ്? പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് അചേതന വസ്തുക്കളാണെന്ന് ആലോചിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തകർത്ത് വെച്ചങ്ങ് പഠിക്കാം. അപ്പം അഡീഷണൽ ഡേറ്റ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയണം. ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദോസ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അത് കേട്ടെടുത്തോളം ന്യായമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഡെഫിനിഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ലാൻഡ് ആൻഡ് ലേബർ ബോത്ത് ആർ പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്തിനെന്ന് കമന്റ് ബോക്സ് പറയണം. സോ ഇനി കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിലുള്ളൂ. തകർത്ത് വെച്ച് പഠിക്കുക, വാശിയോടെ പഠിക്കുക. തോറ്റ് കൊടുക്കില്ല എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആവേശം കൂടും. കാര്യം കാഞ്ചനമാലയുടെ മൊയ്തീൻ പറഞ്ഞ പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾക്ക് തന്നെ വാക്ക് കൊടുക്കുക. ഒരിക്കലും സമയം വേസ്റ്റ് ആക്കില്ല. ആത്മാർത്ഥമായിട്ട് പഠിക്കും എന്നുള്ള വാക്ക് തന്നെ കൊടുക്കുക. നിങ്ങളുടെ സ്നേഹമൊക്കെ കമന്റ്സിന്റെ രൂപത്തിൽ തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക.